ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എന്നെ മാത്രം ഇങ്ങനെ ഒറ്റപ്പെടുത്താൻ നോക്കല്ലേ. പരമേശ്വര, പോലീസുകാരെ അവരുടെ ഡ്യൂട്ടി ചെയ്തോട്ടെ അല്ലേ? രാധിക മോളെ തള്ളിയിട്ട കേസിന്റെ കാര്യം അവസാനിച്ചു എന്ന് പ്രതികൾ ആരാന്ന് മനസ്സിലായി എന്നാ സാറ് പറയുന്നേ. ആണോ ആണോ സാർ? ഈ വീട്ടിൽ ഇനിയും അംഗങ്ങളുണ്ടല്ലോ, അവരൊക്കെ ഇവിടെ? സാർ, ആൺപിള്ളേരെ ആരും ഇവിടെ ഇല്ല. വരുണിന്റെ ഭാര്യ പ്രിയങ്കയും അവളുടെ ചേച്ചി രാധികയും ഉണ്ട്. ഓ, രാധിക. അതെ. അന്ന് അഭിനയിച്ച പെൺകുട്ടിയല്ലേ? അതെ സാർ. എന്നാ അതിനെ കൂടെ ഇങ്ങ് വിളിക്കാം. അവരെ വിളിക്ക്. സാർ, രാധിക മോളുടെ മൊഴി രേഖപ്പെടുത്താനോ മറ്റോ ഉണ്ടോ? മൊഴി രാധികയുടേത് മാത്രം മതിയാവില്ല, മറ്റു ചിലരുടേത് കൂടി എടുക്കേണ്ടി വരും. സർ, ഇത് രാധിക, ഇത് വരുണിന്റെ ഭാര്യ പ്രിയങ്ക. രാധികയ്ക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ല സർ. ഉണ്ടല്ലോ. രാധിക ഈ സിനിമയിൽ അഭിനയിക്കുന്നത് കൊണ്ട് മാത്രം ചാൻസ് നഷ്ടപ്പെട്ട ഒരാൾ ഈ വീട്ടിൽ തന്നെ ഉണ്ട്. വരുണിന്റെ ഭാര്യ പ്രിയങ്ക. സർ, ആദ്യം ഡയറക്ടർ ഇവളെയാ ഫിക്സ് ചെയ്തത്. പിന്നെ എന്നെ എടുത്തപ്പോ ഇവൾക്കൊരു വിഷമം ഉണ്ടായിരുന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അവൾക്ക് അതിന്റെ പേരിലെ വൈരാഗ്യോ പകയോ അതൊന്നുമില്ല. ഞങ്ങളുടെ ഈ പോലീസ് അന്വേഷണത്തിൽ എപ്പോഴും ചില പ്രശ്നങ്ങളുണ്ടാവും. ഒരു കൂട്ടം പേർ നല്ലവനാണെന്ന് കരുതുന്ന ഒരാളെ ചിലപ്പോൾ നമുക്ക് അറസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ആ നിമിഷത്തിൽ മാത്രമായിരിക്കും അയാളുടെ കുഴപ്പം മറ്റുള്ളവർ തിരിച്ചറിയുന്നത്. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് പകരം ചേച്ചി അഭിനയിക്കാൻ പോയപ്പോ എനിക്ക് അസൂയ തോന്നിയെന്നോ? അതിന് എന്റെ ചേച്ചി ഞാൻ അപകടപ്പെടുത്തിയെന്നോ? സാറേ, പ്രതികളെ പിടിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ ഇങ്ങനെയല്ല പക തീർക്കേണ്ടത്. അച്ഛൻ ഇതൊന്നും കേൾക്കുന്നില്ലേ? അദ്ദേഹം പറഞ്ഞു വരട്ടെ മോളെ. രാധികയ്ക്ക് അപകടം നടന്ന ദിവസം പ്രിയങ്ക അവിടെ ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. ഞാൻ ചേച്ചിയുടെ ഷൂട്ടിംഗ് കാണാൻ പോയതാ. അങ്ങനെയാണെങ്കിൽ അന്ന് ലൊക്കേഷനിലെ പ്രിയങ്ക അല്ലാതെ വേറെ ആളുകളുണ്ടായിരുന്നല്ലോ സാർ. അവരോടൊക്കെ സാർ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമോ? അനിയന്റെ ഭാര്യ. ഒരു അന്വേഷണം നടക്കുമ്പോ അടങ്ങി നിൽക്കുക എന്നത് ഒരു കോമൺ സെൻസിന്റെ ഭാഗമാണ്. എന്നിട്ട് പ്രിയങ്ക പറയൂ, ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ആരെയെങ്കിലും പ്രിയങ്ക അന്ന് കണ്ടിരുന്നോ? ഐ മീൻ, അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നീഷ്യന്മാരെ ആരെങ്കിലും? ഇല്ല. കണ്ടു. രണ്ടുപേരെ പ്രിയങ്ക അന്ന് കണ്ടു. അതിലൊരുത്തന്റെ പേര് പ്രതാപൻ, മറ്റൊരുത്തന്റെ പേര് ക്രിസ്റ്റി. അറിയാമോ രണ്ടുപേരെ? അത് അവരെ എന്റെ ഒരു ഫോട്ടോഷൂട്ടിൽ പണ്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ പരിചയം പുതുക്കാൻ വന്നപ്പോ ഞാൻ സംസാരിച്ചു. ചേച്ചിയോടൊപ്പം ഞാൻ പറയുകയും ചെയ്തു. ചേച്ചിയോട് എന്തൊക്കെ പറഞ്ഞു? പ്രതാപനും ക്രിസ്റ്റിക്കും പൈസ കൊടുത്തു പറഞ്ഞു. സർ, എന്തൊക്കെ പറയുന്നേ? സാർ എന്താ ഉദ്ദേശിക്കുന്നേ? അന്ന് രാധിക വെള്ളച്ചാട്ടത്തിൽ വീഴുന്ന സീൻ ചിത്രീകരിക്കുമ്പോൾ രാധികയുടെ സുരക്ഷയ്ക്കായി ഉപയോഗിച്ചിരുന്ന പടം പ്രതാപിന്റെയും ക്രിസ്റ്റിയുടെയും കൈകളിലായിരുന്നു.
അവരത് ബോധപൂർവ്വം മുറിച്ചതുകൊണ്ടാണ് അപകടം സംഭവിച്ചത്. തീർത്തും പുതുമുഖമായ രാധികയോട് അങ്ങനെ ഒരു വൈരാഗ്യം അവർക്ക് തോന്നണമെങ്കിൽ ആരോ അതിന്റെ പിന്നിലുണ്ടായിരിക്കണമല്ലോ. ഉണ്ട്. സംഭവം നടന്ന ഉടൻ ക്രിസ്റ്റിയും പ്രതാപനും ആ ലൊക്കേഷൻ വിട്ടു. ലൊക്കേഷനിലുള്ളവർക്ക് അവരെ ഫോളോ ചെയ്യാനും പറ്റിയില്ല. ഞങ്ങളുടെ അന്വേഷണത്തിൽ അവരെ കണ്ടെത്തിയതുമില്ല. പിന്നെ ആര് പറഞ്ഞു ഞാൻ അവർക്ക് പണം കൊടുത്തുന്ന്? മുത്തശ്ശി, നിങ്ങളൊക്കെ ഇത് കേട്ട് നിൽക്കുവാണോ? എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ വന്ന് കേറുക, ഇല്ലാത്ത കഥകൾ പറയുക. ക്രിസ്റ്റിയും പ്രതാപനെയും ഞങ്ങളുടെ അന്വേഷണത്തിൽ കിട്ടിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പൊ ക്രിസ്റ്റിയും പ്രതാപനും എന്റെ കസ്റ്റഡിയിലുണ്ട്. പോലീസ് രീതിയിൽ ഒന്ന് ചോദിച്ചപ്പോ അവര് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുകയും ചെയ്തു. രാധികയെ അപകടപ്പെടുത്താൻ വേണ്ടി അവർക്ക് പണം കൊടുത്തത് പ്രിയങ്കയാണെന്ന്. പരമേശ്വരൻ സാർ, കാര്യങ്ങൾ ഏകദേശം അങ്ങേക്ക് പിടികിട്ടി കാണുമല്ലോ. ഞാൻ വന്നത് അങ്ങയുടെ മരുമകളെ കസ്റ്റഡിയിലെടുക്കാനാണ്. ഞാൻ സമ്മതിക്കില്ല. ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല. തെളിവുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. തൽക്കാലം ബഹളമൊന്നും ഉണ്ടാക്കാതെ കൂടെ വരൂ. സർ, അവളങ്ങനൊന്നും ചെയ്യില്ല. ഇവളെന്റെ അനിയത്തിയല്ലേ? അച്ഛനെ കുത്തിക്കൊന്നവരും മകളെ ഞെരിച്ചു കൊന്നവരുമൊക്കെ എന്റെ ലോക്കപ്പിൽ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിത് പുതുമയൊന്നുമല്ല. സർ, ടേക്ക് കെയർ. അയ്യോ, അമ്മേ, അമ്മേ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയമ്മേ. എന്നെ കൊണ്ടുപോലെന്ന് പറയമ്മേ. ചെറിയമ്മേ, ചെറിയമ്മേ, എന്തെങ്കിലും ഒന്ന് ചെയ്. ഞാനെന്ത് ചെയ്യാനാ? നീ കാണിച്ച തോന്നിയാസത്തിന് ഞങ്ങളും കൂടി വന്ന് പോലീസ് സ്റ്റേഷനിൽ നിൽക്കണോ? എടുത്തി, ചെറിയമ്മ എങ്ങനെയൊക്കെ പറയുന്നത്? എടുത്തി, എന്നെ മാത്രം ഇങ്ങനെ ഒറ്റപ്പെടുത്താൻ നോക്കല്ലേ. പരമേശ്വര, പോലീസുകാര് അവരുടെ ഡ്യൂട്ടി ചെയ്തോട്ടെ അല്ലേ?